എല്ലാവർക്കും നമസ്കാരം. 31 ജനുവരി 2023 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് കെജ്രിവാൾ ലോഞ്ചസ് വെബ്സൈറ്റ് ഷോയിങ് റിയൽ ടൈം ഡാറ്റ ഓൺ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ. കെജ്രിവാൾ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്ത കാര്യമാണ് പറയുന്നത്. ഡൽഹി ഗവൺമെൻറ് ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്ത കാര്യമാണ് പറയുന്നത്. ഹവർലി അപ്ഡേറ്റ് ചെയ്യുന്ന ഡാറ്റ ഏതുമായി ബന്ധപ്പെട്ടത്? എയർ പൊല്യൂഷൻ്റെ സോഴ്സുമായി ബന്ധപ്പെട്ടത്. പോളിസീസ് അതായത് പോളിസീസ് ഫോമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എയർ പൊല്യൂഷനും മറ്റ് പൊല്യൂഷൻസും മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പാണിത്. അവർലി അപ്ഡേറ്റ് ചെയ്യുന്ന റിയൽ ടൈം ഡാറ്റയാണ് ഈ പറയുന്ന വെബ്സൈറ്റ് കാണിക്കുന്നത്. ഏത് ഗവൺമെൻറ്റിൻ്റെയാണ്? ഡൽഹി ഗവൺമെൻറ്റിൻ്റെയാണ്. ഒന്ന് ഓർത്ത് നോക്കണേ. ഇപ്പോൾ 76 സ്റ്റുഡൻസ് ഹോസ്പിറ്റലൈസ്ഡ് ആഫ്റ്റർ ഫുഡ് പോയ്സണിങ് ഇൻ വയനാട് എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. ഫുഡ് പോയ്സണിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ്, ഇപ്പോൾ പാക്കേജിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അതോറിറ്റി ഏതാണ്? FSSI ആണ്. FSSI ഒന്ന് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഓർഗനൈസേഷനാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് FSSI. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എയ്റോ ഇന്ത്യ ബെയിൽ ടു ഷോക്കേസ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എയർ പ്രൊഡക്ട്സ്. അപ്പോൾ എയ്റോ ഇന്ത്യ ഈ പറഞ്ഞ എയ്റോ ഇന്ത്യയുടെ എക്സിബിഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വിൽ ഷോക്കേസ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് പ്രൊഡക്ട്സ് ആൻഡ് സിസ്റ്റംസ് സ്പാനിങ് എവറി ഡൊമൈൻ ഓഫ് ഇറ്റ്സ് ബിസിനസ് അറ്റ് എയ്റോ ഇന്ത്യ 2023 ടു ബി ഹെൽഡ് അറ്റ് എയർഫോഴ്സ് സ്റ്റേഷൻ യലഹങ്ക ഇൻ ബംഗളൂരു. അപ്പോൾ ഈ പറയുന്ന എയ്റോ ഇന്ത്യ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എവിടെയാണ്? യലഹങ്കയാണ്, ബാംഗ്ലൂരു. യലഹങ്ക, ബാംഗ്ലൂരു. ഓർത്ത് വെക്കണം. വാട്ടർ വോസ് എന്ന എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ പറഞ്ഞ ഇൻഡസ് വാട്ടർ ട്രീറ്റി അമെൻഡ് ചെയ്യണമെന്ന് പറയുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഫെയർ യൂസ്, ബൈലാറ്ററൽ ടോക്സ് ഇന്ത്യയും പാകിസ്ഥാനുമായി നടന്നിട്ടുണ്ടോ, അത് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ എഡിറ്റോറിയൽ മാത്രം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഏത് വർഷമാണ് സൈൻ ചെയ്തത്? 1960. അതാണ് ഒരു ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് നമ്മൾ വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ്ലി ചെയ്യുന്നതായിരിക്കും. വേറെ ന്യൂസ് ഉണ്ട്. സെൻറ്റർ ടു റോൾ ഔട്ട് പ്രോസസ് ടു സെറ്റപ്പ് 16th ഫിനാൻസ് കമ്മീഷൻ സോൺ. 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യാനുള്ള പ്രോസസ്സ് ഇപ്പോൾ റോൾ ഔട്ട് ചെയ്യുമെന്ന് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നു. ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനാണ് NK സിംഗ് ആണ്. ഏതാണ് ആർട്ടിക്കിൾ? 280. ആർട്ടിക്കിൾ 280 മെൻഷൻസ് ഓഫ് മെൻഷൻസ് റിഗാർഡിംഗ് ദി സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ. ഓക്കെ. അടുത്ത ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ന്യൂസാണ്. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് സ്റ്റോക്സിൽ ചെറിയ മാനിപ്പുലേഷൻ നടന്നുവെന്നും അതുപോലെ തന്നെ അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അവരുടെ അക്കൗണ്ടിങ്ങിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് LICൻ്റെ എക്സ്പോഷർ അദാനി ഗ്രൂപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. LIC's എക്സ്പോഷർ ടു അദാനി ഗ്രൂപ്പ്സ് ഈസ് അണ്ടർ 1% ഓഫ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. അപ്പോൾ LICൻ്റെ എക്സ്പോഷർ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ, പൊതുവെ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുകയാണെങ്കിൽ ഹ്യൂജ് വാല്യൂ ഇറോഷനും മറ്റ് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ LICക്ക് 1% AUM ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. ടോട്ടൽ പർച്ചേസ് വാല്യൂ ഓഫ് LIC എന്ന് പറയുന്നത് ഹാസ് ഇൻവെസ്റ്റഡ് 36,478.78 crore ഇൻ അദാനി ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ AUM എന്ന് പറയുന്നത് അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആണ്. ഈ പറയുന്ന അദാനി ഗ്രൂപ്പിൻ്റെ സ്റ്റോക്സുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ്ങിലും അതുപോലെ തന്നെ മാനിപ്പുലേഷനുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നേരിടുന്ന ഒരു സമയമാണ്. കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് വേണമെന്നാണ് LIC പറയുന്നത്. LICക്ക് 1% അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ അത്രയധികം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.